രണ്ട് കൈകൾ കൊണ്ട് അധ്വാനിച്ച് വൈകുന്നേരമാകുമ്പോൾ ഒരാൾക്ക് ക്ഷീണമായി അല്ലെ? എത്ര ആളുണ്ട് ഒരാള് കരഞ്ഞിട്ടാ പറഞ്ഞു എനിക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റൂല, ഡ്യൂട്ടിക്കും പോകണം. അതുകൊണ്ട് അതിനു മുമ്പ് കണ്ടിട്ട് സലാം പറഞ്ഞു പോയതാണ്. ഡ്യൂട്ടിയാ നമ്മൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ, ഓരോ ആളുകൾക്ക് ഓരോ ജോലികളാണ്. പക്ഷേ നിങ്ങൾ അതിൽ വിഷമിക്കരുത്. വിലപിക്കുന്ന പ്രവാസികൾ ആവരുത്. നിങ്ങൾ വിലപിക്കുന്ന ടൈറ്റിലെ കൊടുക്കാൻ പാടില്ല, അങ്ങനെ ടൈറ്റിലെ കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ അല്ലാഹുവിന്റെ നിഅമത്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം എത്രയോ പ്രവാസികൾ ഒരു മുറിയിൽ തന്നെ 8ഓളം ബെഡുകൾ, ഒരു മുറിയിൽ തന്നെ ചെറിയ സ്റ്റുഡിയോ മുറികളിൽ വരെ 8ഓളം ആളുകൾ കിടന്നുറങ്ങുന്ന പ്രവാസികളുണ്ട്. അതിൽ തന്നെ 6 മണിക്ക് ഡ്യൂട്ടിക്ക് പോവേണ്ടവർ 4 മണിക്ക് എണീറ്റ് ബാത്റൂമിൽ ക്യൂ നിൽക്കേണ്ടവരുണ്ട്. ഇതിപ്പൊക്കെ പറയുമ്പോ ഇങ്ങനെ ഉണ്ടോ എന്ന് നിങ്ങൾ പ്രവാസികൾ തന്നെ ആലോചിക്കുന്നുണ്ടാകും. ഉണ്ട്. ആകെ 20% ആളുകളിൽ കുറച്ച് സുഖമായിട്ട് ജീവിക്കുന്നുള്ളൂ. 80% പ്രയാസം അനുഭവിക്കുന്നവരാണ്. MCCയുടെ പ്രവർത്തകരോടൊക്കെ നമ്മൾ പറയാൻ, നമ്മൾ നാട്ടിലൊക്കെ ഒരുപാട് പാവങ്ങളെ സഹായിക്കുമ്പോ ഇങ്ങനെ ഗൾഫിൽ വന്നിട്ട് പ്രവാസികളായി കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ, അവരുടെ പെങ്ങന്മാരെ കല്യാണം കഴിച്ചോളൂ. ഇവരെന്നും പ്രവാസികളാണ്. നാട്ടിലെത്തിയാൽ ഇവരെയാണ് പിരിവിന് വരിക, നാട്ടിലെത്തിയാൽ ഇവരോടാണ് പിരിവ് ചോദിക്കുക. ഇവരെന്നും സുഗന്ധവും പെർഫ്യൂമും അടിച്ച് നാട്ടിൽ ഇൻസൈഡ് ചെയ്ത് നടക്കാൻ. പക്ഷേ അവിടെ നിന്ന് ഇവിടെ എത്തിയാൽ അന്ന് തുടങ്ങിയ ജോലി 2 വർഷം കഴിഞ്ഞ് അടുത്ത നാട്ടിലേക്ക് പോകുമ്പോഴാണ് അവർക്ക് വിശ്രമം. അതിനിടയിൽ പനി വന്നു, ലീവില്ലല്ലോ. പനി വന്നാലും ലീവില്ല, അതിനിടയിൽ അസുഖം വന്നാലും ലീവില്ല. ഇങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന പാവങ്ങളായ ആളുകൾ, അവരെയാണ് KMCCയുടെ പ്രവർത്തകരോട് ഞാൻ വളരെ സ്നേഹത്തോട് പറയാണ്, അവരെയാണ് നിങ്ങൾ തെരഞ്ഞുപിടിച്ച് സഹായിക്കേണ്ടത്. അവരൊരു പക്ഷേ 4 or 5 പെങ്ങന്മാരെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടവരായിരിക്കാം, വീട് വെക്കേണ്ടവരായിരിക്കാം. എന്നിട്ട് വീട് വെച്ചു, പെങ്ങന്മാരെ കല്യാണം കഴിച്ചു കൊടുത്തു. 19 വർഷം വരെ പ്രവാസികളായി ജോലി ചെയ്തിട്ട് നാട്ടിലൊന്നും സമ്പാദിച്ചില്ല. തിരിച്ചു പോകുമ്പോഴേക്കും ആകെ ക്ഷീണിച്ച രോഗം പിടിച്ച ശരീരം മാത്രമാണ് അവർക്കുള്ളത്. നാട്ടിലെത്തിയാൽ പിന്നെ പഴയതുപോലെ ജീവിക്കാൻ കയ്യിൽ കാശില്ല. മക്കളാണെങ്കിൽ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ. പ്രവാസികളോട് ഞാൻ പറയട്ടെ, ഒരിക്കലും മക്കളോട് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിങ്ങൾ ഒരിക്കലും മറച്ചു വെക്കരുത്. നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മക്കളിൽ നിന്ന് മറച്ചു വെക്കരുത്. നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ കണ്ട് വളരേണ്ടവരാണ് മക്കള്. ഇല്ലെങ്കിൽ മക്കൾ നമ്മെ മറന്നുപോകും. മക്കൾ വിചാരിക്കണ്ട നല്ല സുഖമാണ്, ഉപ്പാക്ക് എന്താ അവിടെ സുഖമല്ലേ? അവര് കാണുന്നത് ആകെ പെർഫ്യൂം അടിച്ച് ഇൻസൈഡ് ചെയ്ത് ഉപ്പയാണ്. ഇവിടെ വീടില്ലാതെ, റൂമില്ലാതെ, ഇവിടെ AC പോലും ഇല്ലാതെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ കിടന്ന് വിയർപ്പൊലിക്കുന്ന കണ്ണീരൊലിക്കുന്ന ഉപ്പയെ അവർ കാണുന്നില്ല. അവർ കാണുന്നത് ഇൻസൈഡ് ചെയ്ത നല്ല പെർഫ്യൂം അടിച്ച ഉപ്പയെയാണ്. അപ്പോഴേക്കും അവർ വിചാരിക്കുന്നത് ഉപ്പ അവിടെ സുഖത്തിലാണെന്ന്. അങ്ങനെയല്ല, നിങ്ങളുടെ പ്രയാസങ്ങൾ മക്കൾ കാണണം. ഈ അടുത്തിനോടൊരു സഹോദരൻ പറഞ്ഞു, ജിദ്ദയിൽ നടന്ന ഒരു സംഭവം. ഒരു ഉപ്പ ഒരുപാട് കഷ്ടം സഹിച്ചിട്ട് 3 or 4 പെൺകുട്ടികളുള്ള ഉപ്പ 2ാമത്തെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. മകള് വാശി പിടിച്ച് എനിക്ക് 50 പവൻ വേണമെന്ന് മകള് വാശി പിടിച്ചു. ഉപ്പ എവിടുന്നേക്ക് സംഘടിപ്പിച്ചു കഷ്ടപ്പെട്ട് കടം വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് ആ മകൾ ജിദ്ദയിലേക്ക് വന്നപ്പോ, ഭർത്താവിന്റെ കൂടെ ജിദ്ദയിലേക്ക് വന്നപ്പോൾ ഉപ്പയുടെ മുറി കാണണമെന്നുള്ള ആഗ്രഹമുണ്ട്, ഉപ്പയുടെ റൂമിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഉപ്പ മകളെ മുറിയിലേക്ക് വിളിക്കുന്നില്ല. ഒരുപാട് തവണ ആവശ്യപ്പെട്ടു. എന്തൊക്കെയോ ഒഴിവ് കഴിവ് പറഞ്ഞ് ഉപ്പ മാറി നിൽക്കുകയാണ്. അവസാനം ഗത്യന്തരമില്ലാതെ വാശി പിടിച്ച് ഭർത്താവിന്റെ കൂടെ ഉപ്പയുടെ മുറിയിലേക്ക് പോയപ്പോഴാണ് ചെറിയ ഒരു മുറി, അതിൽ തന്നെയാണ് ബാത്റൂം, അതിൽ തന്നെയാണ് കിച്ചണ്, അതിൽ തന്നെയാണ് ഉറങ്ങുന്നത്. AC ഇല്ല, ശക്തമായ ചൂടുള്ള രാത്രികൾ, വിയർപ്പൊലിച്ച് കഷ്ടപ്പെടുന്ന എന്റെ പിതാവ് നാട്ടിൽ 2 നില വീടുണ്ടാക്കി മക്കളും ഭാര്യയും സുഖിക്കുമ്പോ ഒരു വിഷമം പോലും മക്കൾക്കറിയിക്കാതെ ആ മക്കളാണ് 50 പറഞ്ഞ് വാശി പിടിച്ചത്. അപ്പോഴാണ് മകൾ പൊട്ടിക്കരയുന്നത്, ബോധം കണ്ടവൾ നിലത്ത് വീഴുന്നത്. എന്നിട്ട് ഉപ്പയോട് പറഞ്ഞു, ഉപ്പാ നിങ്ങളിനി ഇവിടെ നിൽക്കരുത്, നിങ്ങൾ നാട്ടിലേക്ക് പോകണം, നിങ്ങൾ ഇവിടെ നിൽക്കരുത്. എന്നാൽ ഉപ്പ നാട്ടിലേക്ക് പോയാൽ ആരാണ് ആ കുടുംബത്തെ നോക്കുക? എന്റെ ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് വളരെ നിസ്സാരഭാവത്തോടെ നമ്മുടെ മക്കളൊക്കെ ഉപ്പമാരെ വിളിച്ചെറിഞ്ഞ് ഉമ്മ വേണ്ട ഉപ്പ വേണ്ട എന്നൊക്കെ പറഞ്ഞ് കണ്ടവന്റെ കൂടെ ഒളിച്ചോടുന്ന സംസ്കാരം എന്നാണ് തുടങ്ങിയത്. മാതാപിതാക്കളുടെ പ്രയാസങ്ങൾ അനുഭവിക്കാതെ അതറിയാതെ വളരുമ്പോ അവർക്ക് ഉപ്പയോടും ഉമ്മയോടും ബാധ്യതയില്ലാതെ വരികയാണ്. അപ്പോഴാണ് കണ്ടവന്റെയൊക്കെ കടമയും ബാധ്യതയും കണ്ടാൽ ഇന്നലെ കണ്ടവരോടൊക്കെ ബാധ്യത തുടങ്ങുന്നത് ഉപ്പയുടെ കഷ്ടം അറിയാതിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മക്കൾക്ക് കാണിക്കണം, അവരെ കാണണം. അത് കണ്ടാലേ മക്കൾക്ക് നമ്മളോടൊരു പ്രതിബദ്ധത ഉണ്ടാവുകയുള്ളൂ. ഞാൻ ഖത്തറിൽ പോയപ്പോ 4-5 വടകര നാദാപുരം ഭാഗത്തുള്ള മുതുവടത്തൂരുള്ള 4-5 ചെറുപ്പക്കാരാണ് കൂടെ തന്നെ ഉണ്ടായിരുന്നത്.
അവരെനിക്കും എന്റെ കൂടെയുള്ള സുഹൃത്തിന് നല്ല മുറിയൊക്കെ വാങ്ങിച്ചു തന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെ മുറിയിലേക്ക് വരും. എന്നെ കൊണ്ടുപോയിട്ടില്ല. ഒരുപാട് തവണ വാശി പിടിച്ചു, കൊണ്ടുപോയിട്ട് എന്റെ കൂടെയുള്ള സുഹൃത്തിനെ കൊണ്ടുപോയി നോക്കുമ്പോ ചെറിയ ഒരു കൂടിൽ 4-5 ആളുകൾ കഷ്ടപ്പെട്ട് ജീവിക്കാൻ. എന്നെ അകത്തേക്ക് കയറാൻ വിട്ടിട്ടില്ല. അവര് കഷ്ടപ്പെടുന്നിട്ട് നമ്മൾ സുഖിപ്പിക്കാൻ. കഷ്ടപ്പാട് മാത്രം അനുഭവിച്ച് ഭാര്യ മക്കൾക്കും സന്താനങ്ങൾക്കും കുടുംബങ്ങൾക്കും വേണ്ടുവോളം നൽകി സമുദായത്തിനും കുടുംബത്തിനും വേണ്ടി ഒഴുകിത്തീരുന്ന മെഴുകുതിരിയായി മാറുകയാണ് പ്രവാസികൾ. എന്നിട്ടും നമ്മളോട് പ്രതിബദ്ധതയില്ലാത്തത്. അവിടെയാണ് ചർച്ച. നമ്മുടെ കഷ്ടപ്പാട് മക്കൾ അറിയുന്നില്ല. ഒരു കാലഘട്ടത്ത് നാട്ടിൽ കൂലിപ്പണിയെടുത്ത് രാവിലെ പോയി വൈകുന്നേരമാകുമ്പോൾ കുപ്പായം നിറയെ, വസ്ത്രം നിറയെ, മുണ്ട് നിറയെ ചളി പുരണ്ട് വിയർപ്പൊലിച്ച് വീട്ടിലേക്ക് വരുന്ന ഉപ്പയെ കാണുമ്പോൾ, ഈ ഉപ്പയാണല്ലോ സ്കൂളിലേക്ക് എനിക്ക് കാശ് തരുന്നത്. അപ്പോഴേക്കും അവർ ചെലവഴിക്കുമ്പോൾ അവരുടെ ചെലവിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഉപ്പ തന്ന 10 രൂപല്ലേ, അതെങ്ങനെ ഒരു സീസർ വാങ്ങിയിട്ട് തീർക്കുക? അങ്ങനെ മക്കൾ ചിന്തിക്കുക. അതെങ്ങനെയാ ഞാൻ വെറുതെ സിനിമ കണ്ടിട്ട് തീർക്കും? ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് എനിക്കിങ്ങനെ കാശുണ്ടാക്കി തരുന്നത്. ഇതൊന്നും കാണുന്നില്ല. ചോദിക്കും പോലെ ATM മെഷീൻ പോലെ കൊടുക്കാൻ. അപ്പൊ അവർക്കതിൽ നിയന്ത്രണമില്ല. എന്തൊക്കെ ദൂർത്തടിക്കാൻ. എത്ര വസ്ത്രങ്ങള് ഓരോ കല്യാണത്തിന്, ഓരോ ഫംഗ്ഷനിലും ഓരോ കുപ്പായങ്ങൾ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ആരും കുറവല്ല. പണ്ട് പെണ്ണുങ്ങളെ കുറിച്ചായിരുന്നു ഇതൊക്കെ പറഞ്ഞിരുന്നത്. ഇന്ന് ആണുങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഓരോ ഫംഗ്ഷൻ ഓരോ ഡ്രസ്സുകൾ. എന്തിനേറെ സെന്റ് ഓഫ് വരുമ്പോ വരെ പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ്, ആൺകുട്ടികൾക്ക് ഒരുപോലത്തെ ഡ്രസ്സ്. ഇതെല്ലാം ഇന്ന് സംസ്കാരം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന 1-ാം ക്ലാസ്സിലുണ്ട് സെന്റ് ഓഫ്, 2-ാം ക്ലാസ്സിലുണ്ട് സെന്റ് ഓഫ്, +2 ഒക്കെ എത്തുമ്പോ പിന്നെ ആനയിലൂടെയായി സെന്റ് ഓഫ്. ഇനി ഡിഗ്രി ഒക്കെ കഴിയുമ്പോൾ ഹെലികോപ്റ്റർ ആകുമെന്ന് പഠിച്ചോന്നല്ല. എന്തിനിപ്പോ നടക്കാൻ പോകുന്നൊന്നും നമ്മുടെ നിയന്ത്രണത്തിലെല്ലാം വിട്ടുപോവാണ്. എന്താ പിന്നെ നമ്മൾക്ക് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ പിന്നെ കേസ്, എന്റെ പ്രശ്നമായി. എന്താ നമ്മൾ ചെയ്യാം? പക്ഷേ ഉപ്പമാർ, നിങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങൾ മക്കളെ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ഇതിനേക്കാളും വലിയ അപകടങ്ങളാണ് വരാനിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന അമലുകളൊക്കെ പുണ്യമുള്ള കാര്യമാണ്. എന്നാലും നിങ്ങളുടെ ഈ പ്രയാസം കാണണം, കണ്ടു വളരണം. ഇല്ലെങ്കിലോ ഓരോ ഫംഗ്ഷൻ വരുമ്പോ ഓരോ കുപ്പായങ്ങൾ. എത്ര ഇന്ന് കുപ്പായം ഇല്ലാത്ത പ്രശ്നങ്ങളല്ലല്ലോ. അൽമാരയിൽ വെക്കാൻ സ്ഥലമില്ലാത്ത പ്രശ്നമാണ്. ആരെങ്കിലും കുപ്പായം വാങ്ങിക്കാറുണ്ടോ? വരുന്ന ബെഗ്ഗേഴ്സിന് കുപ്പായം കൊടുത്ത് എനിക്ക് വേണ്ട. കുപ്പായങ്ങൾ നിറഞ്ഞു കിടക്കാണ്. ഒരു പ്രാവശ്യം ഇട്ടത് 2ാമത്തെ തവണ ഇടാൻ പറ്റൂല. ഇങ്ങനെ പോയാ എങ്ങനെയാ നമ്മുടെ സാമ്പത്തികാവസ്ഥ നിയന്ത്രിക്കാൻ പറ്റുക? ഒരു പ്രാവശ്യം 2000, 3000, 4000 ഒക്കെ ചെലവഴിക്കുന്ന വസ്ത്രങ്ങൾ ഒരു തവണ ഇട്ട് അടുത്ത ഫംഗ്ഷൻ ഇടുമ്പോ അത് ഇന്നലെ കണ്ടതല്ലേ, ഞാൻ എങ്ങനെയാണ് ധരിക്കുക? ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഇവിടെ നമ്മൾ കഷ്ടപ്പെടുന്ന പ്രയാസം അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. അറിഞ്ഞാൽ അവർ പിന്നെ വാങ്ങിക്കൂല. എനിക്കൊക്കെ ഒപ്പ് ഓർമ്മയുണ്ട്. വർഷത്തിലൊരു കുപ്പായം എന്റെ ഉപ്പൊക്കെ വാങ്ങിച്ചു തന്നിട്ടുള്ളൂ ചെറുപ്പകാലത്ത്. ഒറ്റൊരു കുപ്പായം പെരുന്നാളിന്, നോമ്പിന്റെ പെരുന്നാളിന് കുപ്പായം വാങ്ങിച്ചു തന്നാൽ ആ കുപ്പായം തന്നെയാണ് ഹജ്ജ് പെരുന്നാളിന് ഞാൻ ഇടേണ്ടി വരിക. അങ്ങനെ അവസ്ഥയാണ്. ചെരുപ്പൊക്കെ പൊട്ടിയ ഉപ്പാട് പറയാൻ പേടിയാണ്. എങ്ങനെ പറയാ? ഉപദേശപ്പെടും. ഇന്നോ മാസത്തിൽ ചെരുപ്പാണ്. അതെങ്ങനെയുള്ള ചെരുപ്പ്? പണ്ട് 40 രൂപയുടെ 30 രൂപയുടെ ചെരുപ്പാണെങ്കിൽ ഇന്ന് 4000 രൂപയുടെ 2000 രൂപയുടെ ചെരുപ്പ്. അത് തന്നെ 3-ഉം 4-ഉം ഓരോ വീടുകളിൽ. പൈസ ഉള്ളവനും ഇല്ലാത്തവനൊക്കെ ഉള്ളതുപോലെ നടിക്കാൻ. ജീവിക്കാൻ പ്രയാസമില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കരുത്. ജീവിക്കാൻ പ്രയാസമില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട പ്രവാസികളായ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, മൻ അംസാ ഖാലം മിൻ അമലി യദൈഹി അംസാ മഗ്ഫൂറൻ ലഹ്. ഒരാൾ വൈകുന്നേരമാകുമ്പോ, രാത്രിയാകുമ്പോ, പ്രഭാതമാകുമ്പോ ജോലിയെടുത്തയാൾക്ക് ക്ഷീണമുണ്ടായാൽ അയാളുടെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ.